സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് കഥ കേട്ടാലോ? കഥയുടെ പേരാണ് സ്നേഹം. പണ്ട് ഒരു കർഷകനും ഒരു ഭാര്യയും ജീവിച്ചിരുന്നു. ഒരു ദിവസം കർഷകൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. കർഷകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ആരുമില്ലേ ഇവിടെ? കർഷകൻ ഭാര്യയോട് പറഞ്ഞു, നീ പോയി പുറത്ത് ആരാണ് വന്നതെന്ന് നോക്കിയിട്ട് വാ. ഭാര്യ പോയി നോക്കിയപ്പോൾ 4 യുവാക്കൾ. ഭാര്യ ചോദിച്ചു, ആരാ നിങ്ങൾ? എന്തിനു വന്നു? അപ്പോൾ അവർ നമ്മൾ ദൂരെ നിന്ന് വന്നവരാണ്. നമ്മുടെ പേരാണ് സമാധാനം, സ്നേഹം, ഐശ്വര്യം, ധനം. നമുക്ക് താമസിക്കാൻ ഒരു ഇടവും കൂടെ നല്ല ഭക്ഷണവും. പക്ഷെ ഇതിനൊരാളെ മാത്രമേ അകത്തേക്ക് വിളിക്കാമുള്ളൂ. ഭാര്യ അകത്തേക്ക് ചെന്ന് കർഷകൻ്റെ അടുത്ത് പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം കർഷകനോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ദേ, നമുക്ക് ധനത്തെ വിളിച്ചാലോ? നമ്മളെ കഷ്ടപ്പാടെല്ലാം പോയി കിട്ടും. അപ്പോൾ കർഷകൻ പറഞ്ഞു, വന്നവർ സാധാരണക്കാരല്ല, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കർഷകൻ പറഞ്ഞു, നീ പോയി സ്നേഹത്തെ അകത്തേക്ക് വിളിക്ക്. ഭാര്യയ്ക്ക് മനസ്സൂടെ പോയി സ്നേഹത്തെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ പിന്നാലെ സമാധാനവും കയറി. അപ്പോൾ ഐശ്വര്യം ഓടി കയറി. ധനം പറഞ്ഞു, ഇവരും പോയപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാനാ? ധനവും ഉള്ളിലേക്ക് കയറി. കർഷകനും ഭാര്യയും വലിയ പണക്കാരി സന്തോഷത്തോടെ ജീവിച്ച്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? എന്ത് കാര്യവും എടുത്ത് ചാടിച്ചെഴുത്. സമാധാനത്തോടെ ചിന്തിച്ചും ആലോചിച്ചും വേണം ചിന്തിക്കാൻ. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? സ്നേഹം എവിടെയുണ്ടോ അവിടെ സമാധാനം, ഐശ്വര്യം, ധനം ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക. നന്ദി, നമസ്കാരം.